വൃത്തിയാക്കിയ ഊട്ടുരുളി, അതിൽ ഉണങ്ങല്ലരി, ചക്ക, മാങ്ങ, വെള്ളരിക്ക, കണിക്കൊന്ന പൂവ്, സ്വർണം, വെള്ളി, താളിയോല ഗ്രന്ഥം, അലക്കിയ വസ്ത്രം, കണിക്കൊന്ന പൂവ് ധാരാളം ഉണ്ടാവണം എന്നിവയാണ് അതിൽ വയ്ക്കുന്നത്. പിന്നെ ഒരു നാളികേരം ഉടച്ച് പകുതാക്കി അതിൽ ഉണക്കല്ലരി നിറച്ച് കിഴികെട്ടി നെയ്യിൽ മുക്കി കത്തിക്കുന്നു. ഇത് വിഷുക്കണിയായി ഗുരുവായൂരപ്പനെ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിച്ചതിന് ശേഷം തലേ ദിവസം മുഖമണ്ഡപത്തിൽ സ്വർണ്ണസിംഹാസനം, ആ നെറ്റിപ്പട്ടം, വെൺകൊറ്റക്കുട, ആലവട്ടം, ചാമരം എന്നിവയെല്ലാം ഒരുക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടാവും. ശ്രീ ഗുരുവായൂരപ്പനെ വിഷുക്കണി കാണിച്ചതിന് ശേഷം ഭഗവാന്റെ തങ്കത്തിടമ്പ് എടുത്തുകൊണ്ടുവന്ന് ഈ മുഖമണ്ഡപത്തിൽ വയ്ക്കുകയും അവിടെയും കണി കാണിക്കുകയും